ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമുക്ക് ഈ ആഴ്ചത്തെ യൂറോ എസ് ഡിയുടെ വീക്ക്ലി അനാലിസിസ് ഒന്ന് ചെയ്തു നോക്കാം. എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, എവിടേക്കാണ് നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മന്ത്ലി ചാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമുക്ക് ഈ മന്ത് ക്ലോസ് ചെയ്യാൻ നമുക്ക് ഈ ആഴ്ചയും കൂടെ ഉള്ളൂ. സോ ആഫ്റ്റർ ദിസ് വീക്ക് നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസിങ്ങിൻ്റെ അടുത്തെത്തും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ ആണ് ആക്ച്വലി നെക്സ്റ്റ് മന്ത് ഓപ്പൺ ആവുന്നത്. പക്ഷേ നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു വീക്കും കൂടെ ഉള്ളൂ ട്രേഡിങ്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. മന്ത്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആസ് പെർ നമ്മൾ ഇവിടെ പഠിക്കുന്നൊരു ഫോർമാറ്റിൽ നമ്മളൊരു മണി ലെവലിൽ നിന്ന് വേറെ മണി ലെവലിലോട്ടാണ് പ്രൈസ് മിക്കവാറും ട്രാവൽ ചെയ്യാറ്. സോ നമ്മളൊരു മന്ത്ലിയുടെ ഒരു ലോ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ബൈ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഇംബാലൻസ് വന്നായിരുന്നു നമ്മൾ മന്ത്ലിയുടെ, പക്ഷേ അവിടെ നിന്ന് മന്ത്ലിയുടെ ഡയറക്ഷനൊന്നും മാറിയില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഇല്ല, പ്രൈസ് അതിൻ്റെ തെളിവൊന്നും കാണിച്ചില്ല. ബട്ട് പ്രൈസ് ഇപ്പം ലിറ്ററലി അടുത്തൊരു അൺമിറ്റിഗേറ്റഡ് വിക്കിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. സോ മിക്കവാറും ചിലപ്പോൾ അത് പുഷ് ചെയ്ത് നമ്മൾ ഈ മാസം അവസാനിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ അതിനെ മിറ്റിഗേറ്റോ ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ ടാപ്പ് ചെയ്താണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്തിൽ നമുക്കൊരു ഇനീഷ്യലി ഓപ്പണിൽ നമുക്കൊരു സെല്ല് കിട്ടുമായിരിക്കും. അല്ല എങ്കിൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്തിൽ നമ്മളിതിൻ്റെ, അതായത് ഈ മന്ത് നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന് ക്ലോസ് ആകുമായിരിക്കും. ആൻഡ് അടുത്ത മാസം ചിലപ്പോൾ നമുക്ക് ആക്ച്വൽ മണി ലെവലിൻ്റെ മിറ്റിഗേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ആഴ്ച നമുക്ക് അറിയാം എന്താണ് പ്രൈസിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. തൊട്ടടുത്താണ്ട് മിക്കവാറും നല്ലൊരു സെൽസ് ആ ഏരിയയിലോട്ട് വന്നിട്ടായിരിക്കും മന്ത്ലിയുടെ ബേസിൽ നമുക്ക് നല്ലൊരു ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ സാധ്യത. നമുക്ക് എന്തായാലും നോക്കാം, ഈ ആഴ്ച അവസാനിക്കും നമുക്കറിയാം. ഓക്കെ, വേറെ ലെവൽസൊന്നും നമുക്കിപ്പോൾ മന്ത്ലിയിൽ അടുത്തില്ല. നമുക്ക് ഈ ഏരിയയിൽ എന്ത് നടക്കും എന്ന് നോക്കിയിട്ട് മാത്രം മുകളിലോട്ട് നോക്കിയാൽ മതി. തൽക്കാലം നമുക്ക് ഈ ഒരു മന്ത്ലിയിലെ ഏറ്റവും ക്ലോസസ്റ്റ് സെല്ല് നടക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് അൺമിറ്റിഗേറ്റഡ് വിക്കിൻ്റെ ഓപ്പൺ ആയിരിക്കും തൽക്കാലം. ഓക്കെ, വീക്ക്ലി പോകുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ഇനിഷ്യലി ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വീക്ക് നമുക്കൊരു സെല്ലിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം നമ്മൾ സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തതും ഇൻഡിസൈസീവ് ആയതുകൊണ്ടും നമുക്ക് സെല്ലിനുള്ള ചാൻസസ് ഉണ്ടായിരിക്കാം എന്നായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ്നെസ് ആയിരുന്നു തന്നത്. നല്ല രീതിക്ക് തന്നെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓബിയസ്ലി മാർക്കറ്റിലെ എല്ലാ മൂവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്തെങ്കിലും റീസൺ കാരണമായിരിക്കും പ്രൈസ് ഓബിയസ്ലി മോളിൽ വന്നത്. ചിലപ്പം മാർക്കറ്റ് അത്രയും സപ്ലൈ ഇല്ല, അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറവായിരിക്കും. എന്തായിരുന്നാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ പക്ഷേ ബേസ്ഡ് ഓൺ നമുക്ക് ലാസ്റ്റ് 2 വീക്സിൽ നമുക്ക് ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാലും ഇൻഡിസൈസീവ്നെസ് തന്നെയാണ് ഈ മാർക്കറ്റ് ഇപ്പോഴും കാണിക്കുന്നത്. ബൈ നടക്കാം, സെല്ല് നടക്കാം എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഇനീഷ്യലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ 2 പ്രാവശ്യം ഹൈ ആണ് ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് റീസെൻ്റ്ലി ഈ ഒരു ഹൈയും അതുപോലെ തന്നെ ഈ ഒരു ഹൈയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഇനിഷ്യലി സെൽസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ അടുത്ത തെളിവായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ഹൈയുടെ മുകളിൽ നമ്മൾ വിക്ക് മാത്രമാണ് ക്ലോസ് ചെയ്തത്. ദെയർ ഇസ് നോ ബോഡി. ഓക്കെ, സോ അത് അടുത്ത തെളിവായിട്ട് ഞാൻ അതിനെ എടുക്കുന്നുണ്ട്. സോ ഞാനിപ്പം ഈ ഒരു കാര്യം ഞാനിവിടെ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ ഈ ഹൈ സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊരു ലിക്വിഡിറ്റി എടുത്ത ഒരു രീതിക്കായിട്ടായിരിക്കും നമ്മൾ ഇതിനെ കണക്ക് കൂട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒന്ന്, പ്രൈസ് ഈ ലിക്വിഡിറ്റി എടുത്തത് പ്രൊട്ടക്റ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഹൈ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എടുക്കാറുണ്ട്. മേ ഓർ മേ നോട്ട്. ഓക്കെ, ദിസ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ്, അല്ലെങ്കിൽ സെൽ എബവ്. പ്രൈസ് ആ ഹൈയും കൂടെ എടുത്ത് കളഞ്ഞിട്ടായിരിക്കാം ആക്ച്വൽ സെല്ല് നടത്തുക. ഓക്കെ, നമ്മളിത് വീക്കിലിയുടെ രീതിക്കായിരിക്കും കണക്ക് കൂട്ടുക. ഇത് പ്രീവിയസ് വീക്കിലിയുടെ ഹൈ ആണ്. സോ ഈ ഹൈ എടുത്തിട്ടും സെൽ നടത്താം, അല്ലെങ്കിൽ ഈ വിക്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓബിയസ്ലി വീക്ക്ലി നോക്കുമ്പോൾ ഇത് വെറും തെളിവ് മാത്രമാണ്. വീക്ക്ലിയുടെ കേസിൽ നമുക്കിവിടെ സെല് ചെയ്യാനുള്ള ഒരു ഇൻറ്റിമേഷനും ഇപ്പോൾ ഇല്ല. ലോവർ ടൈം ഫ്രെയിംസിൽ നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ
സെൽസിനെ പറ്റി ചിന്തിക്കത്തുള്ളൂ. ഇനി തൊട്ടടുത്ത് ബൈ കണ്ടിന്യൂഷൻ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ ഫ്ലോയുടെ ഓപ്പൺ ആയിരിക്കും ഇപ്പോൾ എടുക്കുക. താഴെയുള്ള ഈ ഓർഡർ ഫ്ലോ വളരെ ദൂരെയാണ് ഇപ്പം. സോ ഒബ്വിയസ്ലി ഞാൻ ആ ഓർഡർ ഫ്ലോ നോക്കുന്നില്ല. നമുക്കിനി തൊട്ടടുത്തുള്ള ഈ ഓർഡർ ഫ്ലോ നോക്കാം. ആൻഡ് ഈ ഇക്വിലിബ്രിയം ഇപ്പോഴും അറ്റൈൻ ചെയ്തിട്ടില്ല. ബട്ട് ഇതിവിടെ കിടന്നോട്ട്, ഇപ്പോൾ നമുക്കിത് ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് ഈ ഒരു ഓർഡർ ഫ്ലോയ്ക്കായിരിക്കും ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓബിയസ്ലി തൊട്ടടുത്തുള്ള മണി ലെവലിനായിരിക്കും എപ്പോഴും ഇമ്പോർട്ടൻസ്. തൊട്ടടുത്തുള്ള വീക്കിലിയുടെ അടുത്ത ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ഹൈ എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഞാൻ ബൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലം. ഇനി നമുക്ക് ഡെയിലി ഒന്ന് പോയി നോക്കാം. ഡെയിലി പോകുമ്പോഴും ലാസ്റ്റ് 2 വീക്ക് നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ക്ലോസിങ് നടന്നപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച റിജക്ഷൻ നിങ്ങൾക്ക് കാണാം. ഒരു ക്ലിയർ റിജക്ഷൻ ടു ദ അപ്സൈഡ് ഉണ്ട്. ഏതെങ്കിലും മണി ലെവൽ നമുക്കതിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഓർഡർ ഫ്ലോ ഇവിടെ ഉണ്ട്. ഓർഡർ ഫ്ലോ മിറ്റിഗേറ്റഡ് അല്ല. അത് ആക്ച്വലി ആ മന്ത്ലി അൺമിറ്റിഗേറ്റഡ് വിക്കിൻ്റെ അടുത്താണ്. പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നൊരു ഹിഡൻ ആയിട്ടുള്ള സപ്ലൈ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഡെയിലിയുടെ അല്ല, പക്ഷേ H4ൻ്റെ ആയിരിക്കും. ആ സപ്ലൈയിലാണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഹിഡൻ സപ്ലൈ ആയിട്ട് ഹിഡൻ സപ്ലൈ ഹിഡൻ ഡിമാൻഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊരു ഹിഡൻ ആയിട്ടുള്ള സപ്ലൈ ആണ്. ലോ ടൈം ഫ്രെയിം സപ്ലൈ ആയിട്ട് തന്നെ എടുക്കാം. പക്ഷേ അവിടെ പ്രൈസ് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷേ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ക്ലോസ് ചെയ്ത ക്യാൻഡിൽസ് എല്ലാം ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് ക്യാൻഡിലും ഹൈ സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രൈസ് മുകളിലോട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചു, ബുള്ളിഷ് ആവാൻ ശ്രമിച്ചു, ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ പോകാൻ ശ്രമിച്ചു. എന്നിട്ടും സപ്ലൈ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം നമുക്ക് കാണാം. അതായത് ആ റിജക്ഷൻ അവിടെ ഉണ്ടായി. വൃത്തിക്കുള്ള റിജക്ഷൻ അല്ല, പക്ഷേ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് തന്നെ നമുക്കിതിനെടുക്കാം. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഡെയിലിയുടെ ഒരു ഹൈ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഞാനതും എൻ്റെ ഇൻഫർമേഷനിൽ ഞാനിപ്പം കണക്ക് കൂട്ടും. അഗെയിൻ ബൈനും സെല്ലിനും ഉള്ള സാധ്യതയുണ്ട്. ഡെയിലിയെ സംബന്ധിച്ച് നമുക്ക് തൊട്ടടുത്തുള്ള മണി ലെവൽ എന്ന് പറയുന്നത് ഈ ഹൈ ആണ് കേട്ടോ. സോ വീക്കിലേക്കാളും മുകളിൽ ഡെയിലിയുടെ ഒരു മിറ്റിഗേഷൻ ലെവലുണ്ട്. സോ ഒബ്വിയസ്ലി ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഡെയിലിയെ സംബന്ധിച്ച് ഈ ഒരു ഓർഡർ ഫ്ലോയുടെ ഓപ്പണോട് അടുത്ത് കിടപ്പുണ്ട്. ഒരു ബൈ മണി ലെവൽ ഡെയിലിയുടെ ഓർഡർ ഫ്ലോ ഓപ്പൺ. ഓക്കെ, സോ അത് ഡെയിലിയുടെ ഒരു മണി ലെവലാണ്. റെസ്പെക്റ്റീവോ ഇല്ലേ നമുക്ക് അറിയാം. ഓക്കെ, സോ വേറൊന്നുമില്ല. നമുക്കിനി ഡെയിലിയിൽ വേറെ അടുത്തുള്ള മണി ലെവൽ എന്ന് പറയുന്നത് ഈ ഓർഡർ ഫ്ലോ ആണ്. ഓക്കെ, അത് ആക്ച്വലി മന്ത്ലിയുടെ തൊട്ടടുത്താണ്. പക്ഷേ എന്നാലും സെല്ലിന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മണി ലെവലെ ഡെയിലിയിൽ നമുക്ക് തൊട്ടടുത്തുള്ളൂ. സോ അതാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലെ ഇപ്പോഴത്തെ കഥ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്തായാലും വീക്ക് തുടങ്ങുന്നേ ഉള്ളൂ. മൺഡേ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം. നമുക്കപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും ഇപ്പോൾ സെല്ല് ചെയ്യാനുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. സെല്ലിനുള്ള എന്തെങ്കിലും തെളിവ് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ഉണ്ടാകുന്ന നോക്കണം. അപ്പോൾ നമുക്ക് H4 നോക്കാം. H4 നമുക്ക് ട്രാൻസാക്ഷൻ ഉണ്ട്. H4 ഓൾറെഡി ആ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ കാണാം. ഓക്കെ, ഇത് ഹിഡൻ ആയിട്ടുള്ള സപ്ലൈ ആണെന്നറിയാം. നമുക്കിത് H4 എന്തെങ്കിലും മണി ലെവലാണോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് H4 മാർക്ക് ചെയ്യാം. ഒബ്വിയസ്ലി H4 ഇംബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ കേസ്. ആ H4ൻ്റെ ഇംബാലൻസ് ഫുൾഫിൽ ചെയ്തിട്ടാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ കിട്ടിയത്. ആൻഡ് സോ ഇത് ഓൾറെഡി ഡൺ ആണ്. നമുക്കിതുകൊണ്ട് ഉപയോഗമില്ല. ഇത് ഓൾറെഡി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. H4 ഇനി വേറെ എന്ത് മണി ലെവൽ നമുക്ക് തൊട്ടടുത്തുണ്ടെന്ന് നോക്കണം. ഇനിയുള്ളത് ഒരു അൺമിറ്റിഗേറ്റഡ് വിക്ക് മാത്രമാണ് ഈ ഒരു ഏരിയ. ഓക്കെ, ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തൊരു വിക്കും കൂടെയാണ്. ആ ഒരു ഏരിയ നമുക്ക് H4ൻ്റെ ഒരു മണി ലെവലായിട്ടുണ്ട്. അത് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, H4 ആണ് നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റ നോക്കുമ്പോൾ H4 കൂടെയാണ് നമ്മൾ അവസാനം മണി ലെവൽസ് നോക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ പോകാറില്ല. കാരണം നമുക്ക് ഇപ്പോൾ മിക്കവാറുള്ള ആൾക്കാർക്ക് പ്രീമിയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല. സോ നമുക്ക് മാക്സിമം ഞാൻ പറയാം, നിങ്ങൾക്ക് H4 വരെയുള്ള ഡേറ്റ അല്ലെങ്കിൽ മണി ലെവൽസ് കിട്ടുമെങ്കിൽ അത് തന്നെ ഇനഫാണ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള രീതിക്ക്. ഓക്കെ, സോ ഇംബാലൻസ് എന്തായാലും ഫുൾഫിൽ ചെയ്തു. അപ്പോൾ നമുക്കിനി ഈ ഒരു മണി ലെവലേ ഉള്ളൂ. അത് H4ൻ്റെ അൺമിറ്റിഗേറ്റഡ് വിക്കാണ്. വളരെ ക്ലോസ് ആണ്. ഈ വീക്കിലിയുടെ പ്രീവിയസ് വീക്കിൻ്റെ ഹൈയുടെ തൊട്ടടുത്തുള്ള മണി ലെവലാണ്. നമുക്കത് നോക്കാം എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി പ്രീവിയസ് ഡേയുടെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇപ്പോൾ നമുക്കുള്ള ഏക തെളിവെന്ന് വെച്ചാൽ H4ൻ്റെ ഒരു ജസ്റ്റ് ഒരു സെൽ മൂവാണ്. അത് ഈ ലോ എടുത്ത് കളഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ബട്ട് ഇതെല്ലാം ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. ആദ്യം നമ്മളിവിടെ വന്നൊരു ഇൻഡ്യൂസ്മെൻറ്റ് ചെയ്തു. ഇത് നിങ്ങൾ ആക്ച്വലി നമ്മളെ പ്രീവിയസ് വീക്കിലേക്ക്
ലൈവ് ശ്രദ്ധിച്ചാൽ നമ്മൾ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. സോ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് ആദ്യത്തെ ട്രാൻസാക്ഷൻ ചെയ്തു. ഓക്കെ, സോ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിൽ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഡബിൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും. സോ ഈ ഇൻഡ്യൂസ്മെൻ്റ് പോയിട്ട് ഈ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് അടുത്ത സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലോ ഇപ്പോഴും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ലോ തന്നെയാണ്. നമുക്കിനി അറിയേണ്ടത് പ്രൈസ് ഇത് മുകളിലോട്ട് പുഷ് ചെയ്ത് ഇത് വീണ്ടും ഇൻഡ്യൂസ് ചെയ്തിട്ട് അവിടെ വരുമോ എന്നാണോ, അല്ലെങ്കിൽ പ്രൈസ് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റയർ ഏരിയ നമുക്കൊരു സപ്ലൈനാണ്. ഈ ഒരു എൻ്റയർ ബൈ ഒരു സെൽ, ആ ഒരു എൻ്റയർ ഏരിയ നമ്മൾ സപ്ലൈ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, എൻ്റയർ ഏരിയ നമുക്ക് സപ്ലൈനാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് പ്രൈസ് സെല്ല് കണ്ടിന്യൂ ചെയ്യും, അതാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെ സെല്ല് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡെയിലിയുടെ മണി ലെവൽ വരെയോ നമ്മൾ മാർക്ക് ചെയ്ത വീക്ക്ലിയുടെ മണി ലെവലിലോട്ടോ നമുക്ക് സെൽസ് നോക്കാൻ പറ്റും ഇനീഷ്യലി. അതല്ല എങ്കിൽ നമ്മൾ ആ പ്രീവിയസ് വീക്ക്ലിയുടെ ഹൈ എടുത്തിട്ടുള്ള സെൽസിനായിരിക്കും സാധ്യത കൂടുതൽ. അങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്കിവിടെ വേറെ മണി ലെവലൊന്നും ഇല്ല. ഇപ്പം നമ്മളൊരു ഇംബാലൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഫുൾഫിൽ ചെയ്തു. ഓക്കെ, സോ ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെഷനല്ല, ഞാൻ പേഴ്സണലി ന്യൂയോർക്കാണ് നോക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഈ അൺമിറ്റിഗേറ്റഡ് വിക്ക് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓപ്പൺ. ഓക്കെ, സെൽ മണി ലെവലാണ് H4ൻ്റെ അൺമിറ്റിഗേറ്റഡ് വിക്ക്. ഓക്കെ, ഇതാണ് നമുക്ക് സെല്ലിനുള്ള അടുത്തുള്ള മണി ലെവൽ H4ൽ ഉള്ളത്. വേറെ ഡേറ്റയൊന്നും നമുക്ക് സെല്ലിനായിട്ട് ഇപ്പോൾ ഇല്ല. ഓക്കെ, ഇത് റെസ്പെക്റ്റീവ് ഇല്ലെന്ന് നമുക്ക് നോക്കണം. എന്തായിരുന്നാലും പ്രൈസിന് പ്രിൻ്റ് ചെയ്യും, അതനുസരിച്ച് നമുക്കറിയാം. ബൈക്ക് എനിക്ക് തോന്നുന്നത് തൊട്ടടുത്തുള്ള ഹൈ എന്ന് പറയാൻ നമുക്ക് ഈ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു ഹൈ ഉണ്ട്. നമ്മളിത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. തൊട്ടടുത്തുള്ള ഹൈസ് ഓർഡർ ഫ്ലോസ് നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് രണ്ട് ഹൈയിൽ ഏതെങ്കിലും ഹൈ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. ഓക്കെ, സോ ഓബ്വിയസ്ലി ഇപ്പോൾ തൊട്ടടുത്തുള്ള ഹൈ എന്ന് പറഞ്ഞാൽ H4ന് ആ ഒരു ഹൈ ആയിരിക്കും കേട്ടോ ഗൈസ്. ബൈ മണി ലെവലായിട്ട് H4ൻ്റെ രീതിക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും H4ൻ്റെ ഓർഡർ ഫ്ലോ ഓപ്പൺ. പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ആണ് H4ൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഓർഡർ ഫ്ലോ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള H4ൻ്റെ ബൈക്കുള്ള മണി ലെവൽ. ആൻഡ് ഈ ലോ ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലോ ആണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രൈസ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കട്ടെ. നമ്മളിപ്പോൾ ആക്ച്വലി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ തൽക്കാലം ഈ ലോ നമുക്ക് നോക്കണ്ട, എങ്ങനെയാണ് പ്രൈസ് പ്രിൻറ്റ് ചെയ്യണമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഇൻഡ്യൂസ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ഇൻഡ്യൂസ്മെൻറ്റ് ട്രാൻസാക്ഷൻ തരോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, H4ൻ്റെ ട്രാൻസാക്ഷനാണ്. സോ H4ൻ്റെ ട്രാൻസാക്ഷൻ, H4ൻ്റെ ഒരു മണി ലെവൽ വരെ പോകണം എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു മണി ലെവലാണ് ഓൾറെഡി നിൽക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഇംബാലൻസിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ട്രാൻസാക്ഷൻ കിട്ടുമോ നോക്കാം. അല്ല പ്രൈസിന് അവിടെ ഇനഫായിട്ടുള്ള ലിക്വിഡിറ്റിയോ സപ്ലൈയോ ഇല്ലെങ്കിൽ അടുത്ത പറ്റിയ പ്രൈസിലോട്ടായിരിക്കും പ്രൈസ് പോവുക. ഒബ്വിയസ്ലി കൂടുതൽ റേറ്റിന് വിൽക്കാനായിരിക്കും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് വരും. എന്നെ സംബന്ധിച്ച് റീബാലൻസിങ് നല്ലൊരു സെല്ലിന് പറ്റിയ സ്ഥലം ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസാണ് 16901 മുകളിലായിരിക്കും നല്ലൊരു സെല്ല് നടക്കാൻ പറ്റിയ സ്ഥലം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് പ്രൊഡിക്റ്റ് ഒന്നും ചെയ്യേണ്ട, പ്രൈസ് എന്താണ് ന്യൂയോർക്കിൽ ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മൺഡേ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ലാസ്റ്റ് വീക്സൊക്കെ നല്ല സെൽസ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഓൾറെഡി എൻ്റെ ജേർണൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ഞാൻ എൻ്റെ ജേർണലും കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം പഴയ മണി ലെവലാണ്, നമുക്കിതുകൊണ്ട് ഉപയോഗമില്ല. ഓക്കെ ഓക്കെ സോ അതാണ് ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ. നമുക്ക് ലോവർ ടൈം ഫ്രെയിം ഒന്നും പോയിട്ട് കാര്യമില്ല. H1 M50 കൊണ്ട് ഇപ്പോൾ ഉപയോഗമില്ല. സോ എനിവേയ്സ് ന്യൂയോർക്കിൽ ഞാൻ വരുന്ന സമയത്ത് പ്രൈസ് ഏത് മണി ലെവലിലാണ്, ഇപ്പോൾ ഇവിടെ എല്ലാ മണി ലെവൽസ് ഉണ്ട് നമുക്ക്. ഇതിലേത് മണി ലെവലിലാണ് പ്രൈസ് വരുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി പ്ലാനിങ്ങുകളെല്ലാം ഉണ്ടാവുക. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് സാറ്റർഡേ സൺഡേ ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഈ വീക്കിലെ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എടുത്തത്, അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലെ ഡേറ്റയും എല്ലാം നിങ്ങൾക്ക് ഞാൻ കമ്പൈൻ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീക്ക്ലി അനാലിസിസ് പോലത്തെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ കമൻറ്റ് ഇടുക. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു, ടേക്ക് കെയർ.